ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇലവിരാപ്പുഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു ഉച്ച ടൈമിലാണ് ഇവിടെ വന്നത് കേട്ടോ. ഉച്ച ടൈമിൽ വന്നപ്പോഴത്തേനും ഇവിടെ ഫുള്ള് ക്രൗഡും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് വണ്ടിയും ഫുള്ള് ആൾക്കാരുമാണ് കേട്ടോ. കാരണം ഇത് അത്ര നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തന്നെയാണെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഫുള്ള് ട്രാഫിക്കാണ്, ഓഫ് റോഡ് സൗകര്യം എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഫുള്ള് റോഡരികി കച്ചവടം ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലവിരാപ്പുഞ്ചിറ എന്നുള്ള വ്യൂ പോയിന്റിൻ്റെ ഒരു ബോർഡ് വരുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ മേളിലോട്ട് കയറാനാണ്. അപ്പോൾ മേളിലോട്ട് കയറുന്ന വഴി ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കാരണം ആ പോകുന്ന വഴി ഫുള്ള് ഓഫ് റോഡും കാര്യങ്ങളുമായതുകൊണ്ട് ഫുള്ള് പൊടിയാണ്. അപ്പോൾ ആ പൊടി വെച്ചുകൊണ്ട് പോക്ക് നമുക്ക് ടാസ്ക് ആയതുകൊണ്ട് അടുത്തുള്ള കടയിൽ പോയി മാസ്ക് കൊണ്ടുവന്ന് തപ്പുവാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത അതിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ 2-3 കട ചോദിച്ചില്ല, അവസാനം തപ്പി ഒരു കടയിൽ നിന്ന് കിട്ടി. അപ്പോൾ മാസ്ക് എല്ലാം കിട്ടി. ഇനി മാസ്ക് വെച്ചുകൊണ്ട് ഇനി നേരെ കയറാനായിട്ട് പോവാണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല വെയിലാണ്. വെയിലത്തും ഇങ്ങനെ കയറുവാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളും നല്ലപോലെ ഉണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ ഒരു നല്ല മഴയ്ക്കൊക്കെ മുമ്പുള്ളൊരു ടൈമിലാണ് ഞാൻ കയറിയത്. പിന്നെ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ. ആ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഫുള്ള് പൊടിയും കാര്യങ്ങളും വന്ന ഒറ്റ കുഴപ്പമുള്ളൂ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് 2-3 വഴി തിരിയുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്നുള്ള ഒരു ലെവലാണ്. കാരണം അവിടുന്ന് എത്രത്തോളം വിഷ്വൽസ് കിട്ടും നമുക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ആ ഒരു ലെവലിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നേരെ ആ കാണുന്ന ഒരു സൈഡിലോട്ടൊരു വഴിയുണ്ടോ, പിന്നെ നേരെ ഞാൻ കാണുന്ന വഴി ഞാൻ പോവുകയാണ്. അവിടെ എന്താണെന്നുള്ളത് പോകുമ്പോഴത്തേനും ജസ്റ്റ് ഒരു പാറയൊക്കെയാണ്. ആ പാറയുടെ പൊക്കത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് വ്യൂ കിട്ടുന്നതെന്ന് അറിയണ്ടേ. പിന്നെ നേരെ ഞാൻ അങ്ങോട്ടുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ പാറയുടെ പൊക്കത്തെത്തിയപ്പോൾ കണ്ടത് ഞാൻ റോഡ് സൈഡാണ് കേട്ടോ. ഞാൻ കയറി വന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന നമ്മുടെ KSRTC ബസ്സാണ്. അത് നമ്മുടെ ഉല്ലാസയാത്ര എന്ന പേരിലാണ് ഈ ആൾക്കാരൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാഴയുടെ പൊക്കത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കയറി വന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഫുള്ള് വണ്ടിയും കാര്യങ്ങളും ഉണ്ട്, പാർക്കിങ് അങ്ങനെ എല്ലാം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു കുളമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ക്ഷേത്രത്തിൻ്റെ കുളമാണ്. ക്ഷേത്രത്തിൻ്റെ കുളമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ, അതിൻ്റെ അകത്ത് നീന്താൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം നമ്മൾ പിടിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഈ ടൈമിലാണെങ്കിൽ ഫുള്ള് തീയൊക്കെ ഇട്ട മല ഫുള്ള് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വേനൽക്കാലത്താണ് ഞാൻ പോയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. താഴെ ഫുള്ള് പാർക്കിംഗ് സൗകര്യം എല്ലാമാണ്. പിന്നെ ഇവിടെ നിന്നെല്ലാം കണ്ട് അത്യാവശ്യം കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് ഇനി നേരെ മേളിലോട്ട് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതാണ് കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് ഞാൻ പറഞ്ഞില്ല ഓഫ് റോഡിൻ്റെ വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറുന്നതാണ് കേട്ടോ. അത് ജീപ്പ് മാത്രമല്ല, പല വണ്ടിയാണ്, ബൈക്ക്, താറ്, എന്ത് വണ്ടിയാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ഇലവിരാപ്പുഞ്ചിറ എന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ആ പടം ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടെയാണ് കേട്ടോ ഇത്. അത്ര നല്ലൊരു കിടിലും വിഷ്വൽസും നല്ലൊരു ലെവലിൽ കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇലയും കാര്യങ്ങൾ അങ്ങനെയൊന്നും വീഴത്തില്ല. അങ്ങനെ എന്തോ ഒരു പേരാണ് ഇലവിരാപ്പുഞ്ചിറ എന്നൊക്കെ വന്നത്. പക്ഷെ എന്താണെങ്കിലും നൈസാണ്, നൈസ് വ്യൂ, നൈസ് ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കയറുന്നത്. എന്താണേലും ഒരു പൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ എന്ത് ഉച്ചയ്ക്ക് കയറിയാലും നമുക്കൊരു മടുപ്പുമില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ ആ കയറുന്നതിനുള്ള ഒരു വർത്തുള്ള സ്ഥലമാണെങ്കിൽ നമുക്കൊരു മടുപ്പുമില്ല, ഒരു ഇതുമില്ല കേട്ടോ. ആ ഒരു ലെവലിലുള്ള സാധനമാണ്. ഇപ്പം നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. അതിപ്പോഴും വന്നുകൊണ്ടിരിക്കുവാണ്. നട്ടു ഉച്ചയാണ്, എന്നാലും ഒരു വിഷയമേ ഇല്ല. നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ അവിടെ കയറും. അത് മലയാളികളായാലും ആരായാലും. പിന്നെ പോവാണ്. ഇതാണ് നമ്മുടെ ഓഫ് റോഡിൻ്റെ അവസ്ഥ കേട്ടോ. ഇപ്പം ഇച്ചിരി നടന്നു പോകാനായിട്ട് കുറച്ച് ടാസ്ക് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചവിട്ടുവാണെങ്കിൽ കൂടുതൽ തെന്നാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാസ്ക് വെക്കാതെ ഇവിടെ കയറരുത്. കാരണം അതേപോലെ പൊടിയാണ്. അത് എല്ലാവർക്കും അതേപോലെ അപ്സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം പൊടിയും അതെല്ലാം താണ്ടി നേരെ മേളിലോട്ട് പോകണം കേട്ടോ. അത്യാവശ്യം കുറേ ദൂരം നടക്കണം. കുറേ ദൂരം നടന്നാൽ മാത്രമേ നമ്മൾ ഇലവിരാപ്പുഞ്ചിറ എന്നുള്ള അങ്ങോട്ട് നമ്മൾ ചെല്ലത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇങ്ങനെയുള്ള നടത്തമാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്താണ് പോകുന്നത്. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് വരാനായിട്ട് ശ്രമിക്കുക. കാരണം അതിനുള്ള ഒരു ലെവലിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഒരുക്കി വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ സിനിമയ്ക്കകത്ത് കാണുന്ന ആ ഒരു ലെവലിലുള്ള സംഭവം തന്നെയാണ്. വരുവാണെങ്കിൽ നമുക്കത് വർത്താണ്. കാരണം നഷ്ടമൊന്നുമില്ല. കാരണം അത്ര കാണാനായിട്ടുള്ള ഇതെല്ലാം തന്നെയുണ്ട്. പിന്നെ നേരെ പോക്കാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ ഞാൻ ചെല്ലുള്ളൂ. ഉണ്ട് അത് ഫുള്ള് വണ്ടിയൊക്കെ കയറി പോയതിൻ്റെ പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ഇത് പിന്നെ ഇഷ്ടംപോലെ ഓഫ് റോഡ് ജീപ്പ് മാത്രമല്ല, ആൾക്കാരുടെ സ്വന്തമായിട്ടുള്ള വണ്ടി വെച്ച് നമുക്കിവിടെ കയറ്റാം, അതിനൊക്കെ അലോഡാണ്. പക്ഷേ ഒരു പരിധി വരെ പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ഓഫ് റോഡ് വണ്ടി മാത്രമേ കയറ്റി വിടുള്ളൂ. ഇപ്പോൾ താറും കൊണ്ട് ബൈക്കും കൊണ്ടൊക്കെ വരുവാണെങ്കിലും ഒരു ലെവലുണ്ട്, ആ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അലോഡല്ല കയറി പോകാൻ. നമുക്ക് ഓഫ് റോഡ് ജീപ്പ് ആണെങ്കിൽ നമ്മുടെ ഈ പ്ലേസിൻ്റെ ഏറ്റവും ടോപ്പി വരെ നമുക്ക് കയറിച്ചില്ല, അവർക്ക് മാത്രമേ അലോഡായിട്ടുള്ളൂ. അല്ലാത്ത സാധാരണക്കാർക്ക് അലോഡല്ല. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പാണ്, പിന്നെ ബാക്കി ഇറങ്ങി നടക്കണം. അതാണ് കേട്ടോ. ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്, അതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുക കണ്ട അമ്മാതിരി വൈബാണ് കേട്ടോ, നല്ലൊരു ഇതാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ മേഘമൊക്കെ കയറി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്താ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ബോർഡ് ഉണ്ടോ, ഇവിടം വരെ നമുക്ക് വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് അലോഡുള്ളൂ. അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നടക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ബോർഡർ പോലെ തന്നെ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വിഷ്വൽസ് കാര്യമുള്ള ഇലവര പുഞ്ചിറ എന്നുള്ള സ്ഥലം ഇനി കാണുന്നതാണ് കേട്ടോ. പിന്നെ നേരെ മേളിലോട്ട് കയറുവാണ്, അങ്ങോട്ടും കുറച്ചുകൂടെ നടക്കണം. അതുകൊണ്ട് ഒത്തിരി പ്രായമായിട്ടുള്ള അമ്മച്ചിമാരുമായിട്ട് എല്ലാവരും തന്നെ ഇവിടെ കയറുവാണ്. കാരണം അതിനുള്ള നല്ലൊരു സ്പോട്ടായതുകൊണ്ട് എല്ലാവരും തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അവധി ദിവസമാണെങ്കിൽ അത് കയറി എൻജോയ് ചെയ്യാനായിട്ടോ എല്ലാവരും ശ്രമിക്കുന്നത്. ആരും അങ്ങനെ നമ്മൾ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എന്നാലും കാണാൻ നല്ല നൈസ് പ്ലേസ് അല്ലേ. ഇങ്ങനെ സ്റ്റില്ല് നടന്നുകൊണ്ടിരിക്കുവാണ്, കുറച്ചു ദൂരം ചെല്ലണം. എല്ലാം ചുറ്റുപാടെല്ലാം തന്നെ അത്യാവശ്യം എല്ലാം തീയിട്ടെല്ലാം കത്തിച്ച് ഇട്ടേക്കണം കേട്ടോ. കാരണം തീയിട്ടില്ലെങ്കിൽ പിന്നെ അത് അപകടമാണ്. ഏതായാലും മേളിൽ കയറുന്ന സമയത്ത് എന്തെങ്കിലും തീ വല്ലതും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണല്ലോ. അതുകൊണ്ട് ചുറ്റുവട്ടമെല്ലാം തന്നെ കത്തിച്ചൊക്കെ വിടുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയൊരു വിഷ്വൽസാണ്. ആ സമയത്ത് പോയപ്പോഴത്തേന് ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയാണല്ലോ. ഈ മഴയത്ത് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. വേറെ ലെവല് സാധനമായിരിക്കും. സത്യം പറഞ്ഞാൽ മഴയത്തൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അങ്ങനെ നടന്ന് ഞാൻ ഇലവിര പുഞ്ചിറ എന്ന് പറയുന്ന സ്പോട്ട് ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഷൂട്ടിംഗ് മൊത്തം നടന്നത്. സിനിമയിലാണെങ്കിൽ ഷൂട്ടിംഗ് ചെയ്ത ആ സീൻസ് എല്ലാം ഉള്ള പ്ലേസ് ഇതാണ്. ഇതിനാണ് മറ്റേ കൺട്രോൾ റൂം ഒക്കെ ആണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് കണ്ട സീനില്ലേ, കൺട്രോൾ റൂം ഇങ്ങനെ കോൾ ചെയ്യുന്നതും മറ്റേ ഇത് ഇടിയൊക്കെ വെട്ടുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി, അതായത് അങ്ങോട്ടൊന്നും നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. കാരണം അത് കൺട്രോൾ റൂമും കാര്യങ്ങളുമാണ്. അതിപ്പോഴും അത് വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ആൾക്കാരെ അലോഡല്ല, അങ്ങോട്ട് കയറ്റത്തൊന്നുമില്ല. ഇതാണ് നമ്മുടെ ആ സ്പോട്ട് വരുന്നത്, ഇലവിര പുഞ്ചിറ എന്നുള്ളത്. എങ്ങനെയുണ്ട്? ഇത് ആ സിനിമയ്ക്കകത്ത് കാണുന്ന അതേ വൈബാണ് കേട്ടോ. ഒരു തവണയും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അപ്പം നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് കയറാനൊക്കെ പറ്റും, പക്ഷേ അത് കയറാനായിട്ടൊന്നുമില്ല. അത് ഇച്ചിരി ഒരു ഇത്ര കാര്യമായിട്ടൊന്നുമില്ല അതിൻ്റെ അകത്ത് കാണാനായിട്ട്. ചുമ്മാ ഒരു ആംബിയൻസ് ആയിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് വിഷ്വൽസ് കൂടെ കിട്ടും, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതും നൈസാണ് കേട്ടോ. ഇതൊക്കെ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അതിനോട്ടൊക്കെ ഇടി വെട്ടുന്നൊക്കെ സീനൊക്കെ ആ പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇതുണ്ടോ, ആൾക്കാർക്കൊരു കുറവുമില്ല, അതേപോലെ ആളാണ് കേട്ടോ. ഫുള്ള് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു വിഷ്വൽസ് ഉണ്ട്. അത് ഏത് സ്ഥലത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. കുറേ റോഡും കാര്യങ്ങളും കാണാം. പിന്നെ കണ്ടോ നല്ലൊരു എന്താ പറയുക, ഒരു തടാകം പോലെയൊക്കെ കണ്ടോ ഒരുങ്ങുന്നത്. അതൊക്കെ കാണാൻ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴത്തേന് എന്ത് മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്. എന്താണെങ്കിലും പൊളി എക്സ്പീരിയൻസ് ആണ്, പൊളി വൈബാണ്. ഒരു തവണ നമ്മൾ